കള്ളിപ്പണ്ണേ ഡാഡിയുടെ അത് ഡാഡിയുടെ ഫൈനൽ ഫിഗർ ഇതാണ്. നല്ല കടുപ്പത്തിലുള്ള ചായ. കുഞ്ഞുമണി ചേസ് അടിച്ചാണ് ഈ കിടക്കുന്നത്. കുഞ്ഞുമണി തായത് കഴിക്കുന്നു. ചമ്മന്തി ബീഫ്. രണ്ട് കമീല എടുത്ത് രണ്ടിവിടെ ക്ലോസ് ചെയ്ത് വെച്ചേക്കുന്ന കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് ഇത്തിരി ശോകമായി പോകും. 30 ഫുള്ള് പോകും. ഇച്ചിരി ഇടാവുള്ളൂട്ടോ. മതി. നാളത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഐറ്റം റെഡിയാക്കി വെക്കും. എന്താണ് ബ്രേക്ക്ഫാസ്റ്റ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദോശയ്ക്ക് എന്തെങ്കിലും അരക്കണം എന്ന് വെച്ചു. ഒരു മിനിറ്റ് വെള്ളം ഒന്ന് അറച്ചോട്ടെ എന്നിട്ട് പറയാം. പക്ഷെ അരി വെള്ളത്തിലിട്ട് വെക്കാൻ മറന്നു പോയായിരുന്നേ. ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് എന്നും അല്ലെങ്കിൽ പിന്നെ പുട്ടാണ്. പുട്ടോ ഉപ്പുമാവൊക്കെ ഇവിടെ ആർക്കും താല്പര്യമില്ലല്ലോ. ഞാൻ അവിടെ തന്നാൽ മറ്റേ പെസറിട്ടും ഉണ്ടാക്കാറുണ്ട്, മറ്റേ പച്ച ചെറുപയർ മാത്രം വെച്ച്, അല്ലെങ്കിൽ ദോശ പോലെ ആക്കാന്ന് വെച്ചിട്ട് ഞാനുണ്ടല്ലോ ഇതിൽ ചെറുപയറുണ്ട്. ഞാൻ ചെറുപയർ മാത്രം വെച്ച് പരിപ്പ് മാത്രം വെച്ചൊക്കെ ദോശ പോലെ ആക്കാറുണ്ട്. അപ്പൊ നാളെ ഓർത്ത് വന്നാൽ എല്ലാം കൂടെ മിക്സ് ചെയ്തങ്ങ് ഉണ്ടാക്കിയേക്കണം. ഇതാണ് ഇതിൽ ചെറുപയറുണ്ട്, മറ്റേ നമ്മുടെ ചുവന്ന പരിപ്പില്ലേ, മസൂർ ദാൽ, മസൂറാണ് ഇതിനെന്താണെന്ന് പറയുന്നത്, മൂങ് ദാലാന്ന് തോന്നുന്നു. മറ്റേ ഒരു 2 ടൈപ്പ് പരിപ്പും ചെറുപയറും പച്ചരിയും കൂടെ നല്ലോണം കഴുകി കുതിർക്കാനിടും. രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ അതിന് അരച്ച് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിള്ളേർ കഴിക്കുകയാണെങ്കിൽ പിള്ളേർക്കും നല്ലതാണ്. ചമ്മന്തി ഉണ്ടാക്കിയാൽ മതി. ഉണ്ടാക്കാറുണ്ടല്ലോ, ഇങ്ങനെ മിക്സ് ചെയ്ത് ഉണ്ടാക്കാറില്ല, ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം പരിപ്പ് കൊണ്ട് ഉണ്ടാക്കിയായിരുന്നു, മറ്റേ നമ്മുടെ മൂങ് ദാൽ വെച്ചിട്ട്. മൂങ് ദാലാണ്, ഇത് മസൂർ ദാലാണെന്ന് തോന്നുന്നു, ഞാൻ പേരൊക്കെ മറന്നു പോയിപ്പോല. ഇത് വെച്ചിട്ടുണ്ടാക്കിയാൽ നല്ല രസമാണ്. ഇത് ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിടാന്ന് വെച്ചു. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള പരിപ്പുകളൊക്കെ പല പല സ്റ്റൈലിലുള്ള പരിപ്പുകൾ ചേർക്കാം കേട്ടോ. നല്ല ഹെൽത്തിയാണ്, പിള്ളേർക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ നല്ലതാണ്. എന്നാൽ അരച്ചപ്പം തന്നെ ചുട്ടെടുക്കാം. എന്താ പുളിക്കണ്ട പൊങ്ങണ്ട. ഇച്ചിരി നെയ്യും കൂടെ തടവി നല്ല കനം കുറച്ചൊന്ന് ചുട്ട് ക്രിസ്പി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എത്ര മണിക്കൂർ കുതിർത്ത് വെക്കണം? അങ്ങനെ ഇത്ര മണിക്കൂറൊന്നുമല്ല. ഇപ്പൊ നമ്മൾ രാത്രി കിടക്കാൻ പോവല്ലേ, അപ്പം ഇത് മിനിമം ഒരു 4-5 മണിക്കൂറെങ്കിലും കുതിർക്കണമായിരിക്കും. കാരണം ഇതെല്ലാം നല്ലോണം കുതിർന്ന് കിട്ടണ്ടേ. പക്ഷേങ്കില് കഴിഞ്ഞ ദിവസം ഞാൻ പരിപ്പ് കൊണ്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ, ചെറുപയറാണെങ്കിൽ ഞാൻ ഇങ്ങനെ കുതിർക്കാൻ ഇടാറുണ്ട്. മറ്റേ ഈ ദാലും കൊണ്ട് ഉണ്ടാക്കിയപ്പോൾ ഞാനൊരു അരമണിക്കൂറേ കുതിർത്തുള്ളൂ. അരമണിക്കൂർ ജസ്റ്റ് ഒന്ന് കുതിർത്ത് വെച്ചിട്ട് ഞാൻ അരച്ചെടുത്തുണ്ടാക്കിയായിരുന്നു. അപ്പം അന്നേരം നന്നായിട്ട് വന്നു, നല്ലോണം അരിഞ്ഞ് കിട്ടിയായിരുന്നു. അപ്പം രാവിലെ സമയമുണ്ടല്ലോ, അപ്പം എല്ലാം കൂടെ കുതിർത്തിയിട്ട് നല്ലോണം വൃത്തിയായിട്ട് വാഷ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പൊ നാളെ രാവിലെ കാണാം. ഓക്കെ, രാവിലെ ദോശ ഉണ്ടാക്കുന്ന ഭാഗമായിട്ട് കാണുന്നവരെ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അതുപോലെ തന്നെ വെൽക്കം ടു കൈപ്പൻസ് വ്ലോഗ്. കൈപ്പൻസിന്റെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്നും രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് സ്വാഗതം പറയാറുണ്ട്, പാതിരാത്രി സ്വാഗതം, ഒരു പാതിരാത്രി സ്വാഗതം. അപ്പൊ നാളെ രാവിലെ ദോശ ഉണ്ടാക്കാം. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പൊ രാവിലെ ശുങ്കു സ്കൂളിൽ പോകാൻ പോവാണ്. ശുങ്കു റെഡിയായി, ധാരാളം എന്റെ കാലം പിടിച്ച് നിൽക്കുന്നു ഇവിടെ. കുഞ്ഞുമണിക്ക് ഡാഡി മതി. ഡാഡി ഉണ്ട്. ഡാഡി എടുക്കാം. നമ്മള് ഡാഡി ഷൂ ഇട്ട് അമ്മച്ചിക്ക് കൊടുത്ത്. രാവിലെ ഒരാളെ ദോശ അരയ്ക്കാൻ പഠിപ്പിക്കുക. എന്തോ അത് ഇഞ്ചി. മുളക് കൈകൊണ്ടെടുത്തിന് നീറുവേ. മുളക് എന്തോ അത് മുളക്. ഇനി നമ്മൾ എന്നാ ഇടണേ? രാവിലെ ദോശ കഴിക്കാൻ പോകും. അമ്മ എടുപ്പിക്കാം. ഓ, ഇതിപ്പോ എനിക്ക് ഈ വീട്ടിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റിയല്ലോ അവളെ കൊണ്ട്. ഞാന് എടുത്ത് ജീരകം എടുത്തിട്, ഒരു സ്പൂൺ എടുത്തിട്. മതി, ഒന്നാണ് വെച്ചോടെ ഇട്ടോ. ചോദിച്ചു കൂടിപ്പോയി. മതി. ഓക്കെ, താങ്ക് യു. ഇച്ചിരി ഉപ്പിട്ടോരെ, ഇതിപ്പോ ഇത്തിരി ശോകമായി പോകും. 30 ഫുള്ള് പോകും. ഇച്ചിരി ഇടാവുള്ളൂട്ടോ. മതി, താങ്ക് യു. ഉപ്പിട്ടു. ഇനി അരക്കാ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഒഴിക്കട്ടെ. വെള്ളം. ഇനി ഇത് അത്ര അരക്കാം നമുക്ക്. അമ്മ അരക്കട്ടെ. വെള്ളവും കുടിക്കും. എങ്ങനെയാ മിക്സ് അടിക്കുന്നേ? മിക്സ് എങ്ങനെയാ അടിക്കുന്നേ?
അങ്ങനെ അരച്ചു, ദോശയ്ക്ക് അരച്ചു. ഈ തിക്നെസ് കാണിക്കും. തിക്നെസ് അങ്ങനെയൊന്നുമില്ല, ഇത് ഇത്തിരി തിക്നെസ് കുറഞ്ഞു പോയി. അങ്ങനെ കുഴപ്പമില്ല. കുഞ്ഞമ്മയൊക്കെ കാണിച്ച് വെള്ളം ഒഴിച്ച് വെച്ച് വെള്ളം കൂടിപ്പോയി. ഇത് ഓക്കെ, പക്ഷെ കുഴപ്പമില്ല. ഇവിടെ ദോശ ചുടിലാണ് പരിപാടി. അതെ, ദോശ ചുട്ടില്ല, ഒരു സൈഡില് നെയ്യിലാണ് ചുടുന്നത്. അതെ, ഇതാണ് പറ്റാത്തെ. ഇപ്പൊ 2 ദിവസമായിട്ട് ചുമയും ജലദോഷം പനി, അതിന്റെ മൂശാട്ട ഫുള്ള് ഉണ്ട്. അമ്മ തരാം, അമ്മ മോന് വേറെ തരാം, ഇത് അമ്മയ്ക്ക് കൈ പൊള്ളുവേ. ദോശ നല്ല ദോശ. നല്ല ദോശ, ദോശ നല്ല ദോശ. അമ്മക്ക് വേണം ചെയ്യും. കാണിച്ചേ, കാണിച്ചിട്ട് അവിടെ വാരി തിന്നിട്ടില്ല. എന്ത് നല്ല ദോശ. അമ്മ ചുട്ട ദോശ. ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ദോശ, ഫൈനൽ ഫിഗർ ഇതാണ്. നല്ല കടുപ്പത്തിലെ ചായ. കുഞ്ഞുമണി ചേസ് അടിച്ചതാണ് ഈ കിടക്കുന്നത്. കുഞ്ഞുമണി തായത് കഴിക്കുന്നു. ചമ്മന്തി, ബീഫ്. ഇത് തക്കാളി ചമ്മന്തി കൂടെ ഉണ്ട്, രസമാണ്. പക്ഷെ അരച്ചില്ല. തക്കാളി ചമ്മന്തിയാണ് ഇതിന്റെ കോമ്പോ കേട്ടോ. അങ്ങനെ കോമ്പോ നല്ല രസമാണ്. ഇച്ചിരി എരിയും പുളിയൊക്കെ ആകുമ്പോ. കാരണം ഇന്ന് പുളിയൊന്നും ഇല്ലല്ലോ, അപ്പൊ അത് നല്ല രസം. കൂടെ കൊള്ളാം. കുഞ്ഞുമണി ഇച്ചിരി കഴിച്ചു കേട്ടോ. ഞാനിവിടെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുന്നു. അപ്പൊ അതിന്റെ തോരൻ അവിടെ തുടയ്ക്കുന്നു. ഭയങ്കര തുടപ്പാണ്. അത് പല്ല് തേക്കുന്നല്ല കുഞ്ഞേ. അത് എവിടുന്ന് അടിച്ചോണ്ട് പോയാ? പുറത്ത് നല്ല അടിപൊളി മഞ്ഞ് മഞ്ഞല്ല, മഞ്ഞ് പെയ്യുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക്. അമ്മച്ചി ആദ്യമായിട്ട് കാണുന്നത്. ഇല്ല, അമ്മച്ചി കണ്ടിട്ടില്ല. ഇല്ല, അമ്മച്ചി കണ്ടിട്ടില്ല. അത് ഉരുകി അങ്ങ് പോകും താഴെ വീഴും. നല്ല മഴ. അതാണ്ട വേറെ ആള്. മഞ്ഞ് പെയ്യുന്നുണ്ടോ? ഓ പ്രിയേ പ്രിയേ, ഓ പ്രിയേ പ്രിയേ. അയ്യോ വീഴുന്നീ. ചാടി പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനേ ചാടി. മൂത്രം കൊണ്ടുവന്ന് എന്തിനാണ് ഇങ്ങനെ ആക്കുന്നേ? ഏതാ വരുന്ന വണ്ടി? അതവർക്ക് അവര് ഓൾറെഡി കരാർ ഏറ്റെടുത്തേക്കുന്നില്ലേ. മഴയത്തും റോഡ് വൃത്തിയാക്കുന്ന വണ്ടിയാണ്. അല്ല, അത് മറ്റേ സിമെന്റ് ഒഴിക്കുന്ന സാധനം. ഇതിനൊന്നും ഒരു തുള്ളി വെള്ളം ഒഴിക്കുന്ന പോലെ നമ്മള് കണ്ടിട്ടില്ല. ഏതാ? അതൊന്നും ആവശ്യമില്ല. വെള്ളം ഒഴിക്കത്തില്ല, പക്ഷെ ഒരു കട്ട പോലും മുറിയ പോലും ഇല്ല കേട്ടോ. ഒരു വൃത്തിയായിട്ടോ പണി. ഓരോ നാട്ടിലും ഓരോ സ്റ്റൈലില്ലേ, ഓരോ പ്രകൃതിക്കും അനുസരിച്ചുള്ള ബിൽഡിംഗ് ആണ്. ഞങ്ങള് പുറത്തു പോവാണ്. കുഞ്ഞുണ്ണി എവിടെ പോവാ? ഞാൻ ടാറ്റ പോവാണോ? ഉറങ്ങാൻ പറഞ്ഞപ്പോ ഒരാൾ ഉറങ്ങുന്നില്ല, ടാറ്റ പോവാന്ന്. മാമ എടുത്തോ. ഞങ്ങള് കുറച്ച് ചെടി, മറ്റേ ഗാർഡൻ ശരിയാക്കാൻ വേണ്ടി കുറച്ച് ചെടി നോക്കാൻ പോവാണ്. ഒരു ആപ്പിൾ മരമൊക്കെ നോക്കാം. ഒത്തിരി ഒന്നും പറ്റത്തില്ല, 1-2 ഒക്കെ വളർത്താനുള്ള സൗകര്യം നമുക്കുള്ളൂ. 3-4 വെക്കും നമ്മള്. വെക്കണം. അതെ. അപ്പൊ ഒന്ന് പോയി മേടിച്ച്, ഇപ്പൊ സീസൺ ആയല്ലോ, പോയി നോക്കാം. മറ്റേ ചെറിയ കുഞ്ഞി പൊക്കം വെക്കില്ലാത്ത ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനത്തെ എല്ലായിടത്തും നോക്കിയാൽ കിട്ടണമെന്നില്ല. ഇപ്പൊ നോക്കിയാലല്ലേ എവിടെ നിന്നാണെങ്കിലും തപ്പിയൊന്നും കിട്ടത്തുള്ളൂ. നോക്കാം. അപ്പം നാടെ ശരിയാക്കുമ്പോ ആ കൂട്ടത്തിൽ തന്നെ നമുക്കൊന്ന് വെച്ചും പോകാം എന്ന് പ്രതീക്ഷിക്കുന്നു. പോയി നോക്കട്ടെ. കഴിഞ്ഞ വർഷം മുതൽ മേടിക്കാൻ നടക്കുന്നത്, പിന്നെ അങ്ങ് നടാൻ നേരത്ത് വാങ്ങാന്നും പറഞ്ഞ് തള്ളി ഇവിടെ അല്ല, നമുക്ക് മേടിച്ച് ജസ്റ്റ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാഞ്ഞു പോട്ടി തന്നെ, പിന്നെ മേടിച്ചില്ല. നമ്മള് നേരെ
പെട്രോൾ ഡീസലൊക്കെ അടിച്ച് നേരെ കടയിൽ പോകാം. ബിയാൻക്യൂവിൽ പോകണം. ബിയാൻക്യൂ ചെടി നോക്കാൻ വേണ്ടി. വൈകുന്നേരം നമുക്ക് അല്ലാതെ കുറച്ച് ഷോപ്പിങ്ങിന് പോകണം. ശുങ്കുനെ വിളിച്ചിട്ട് വന്നിട്ട് പോവാന്ന് വിചാരിച്ചു. കാരണം ഇൻ കേസ് നമ്മൾ ഒരു പ്രാവശ്യം ഒരു ദിവസം ഓർക്കുണ്ടോ കറക്റ്റ് ടൈം നോക്കി ഞങ്ങൾ വന്ന് ട്രാഫിക്കിൽ പെട്ടുപോയി, ലേറ്റ് ആയിപ്പോയി സ്കൂളിൽ ചെല്ലാൻ. ഡീസലിന്റെ വില കഴിഞ്ഞ വീഡിയോക്ക് നമ്മൾ 100 പൗണ്ട് 70 പെൻസ് ആയിരുന്നു. ഇപ്പൊ 1 പൗണ്ട് 85 പെൻസ് ആയി. കഴിഞ്ഞ ദിവസം 89 ആയിരുന്നു ഞാൻ ഡ്യൂട്ടിക്ക് പോയപ്പോ നോക്കിയപ്പോ. 89 ആയിരുന്നു, ഇന്ന് 85. നമ്മള് ചെടി വാങ്ങാൻ വേണ്ടി അങ്ങനെ ബിയാൻക്യൂലെത്തി. കുഞ്ഞോടെ എഴുന്നേറ്റ് കേട്ടോ. അമ്മച്ചി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടിയൊക്കെ താഴോട്ടിരിപ്പുണ്ട്. അതെന്ത് പടർന്ന് കയറുന്നതാണോ? ഗാർഡനൊക്കെ സെറ്റാക്കട്ടെ. ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ, പുറത്തൊക്കെ ഉണ്ട്. ഇത് ഇൻഡോറിൻ്റെ സാധനമാണ്. ഇവിടെ ക്ലോസ് ചെയ്ത് വെച്ചേക്ക്. നമ്മളിവിടെ നിന്നൊരു കമീലിയ ചെടി എടുക്കാമെന്ന് വിചാരിച്ച്. ഇത് വെള്ളയുണ്ട്, ചുവപ്പുണ്ട്, പിങ്കുണ്ട്. 2 കമീലിയ എടുത്ത് ഇവിടെ ക്ലോസ് ചെയ്ത് വെച്ചേക്കുക. കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് എല്ലാം അങ്ങോട്ട് കയറാം. കാരണം മഴ നനഞ്ഞേ വെള്ളമൊക്കെ ഇവിടെ ആരെങ്കിലും തെറ്റടിച്ച് വീണാൽ ഇവർ ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കാശ് കിട്ടും. അതിനൊക്കെ നല്ല അടച്ചു വെക്കുന്നേ. നമ്മൾ പ്രതീക്ഷയോടെ വന്നതാണ്. 2 ചെടിക്ക് 2 ചെടി. ബാക്കി നമുക്ക് വരും വ്ളോഗുകളിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ നമ്മുടെ ഗാർഡൻ്റെ എല്ലാ പരിപാടികളും ഉണ്ട് ഇവിടെ. അല്ലാതെ ഒരാളവിടെ തെറ്റടിച്ച് വീണ് കഴിഞ്ഞാൽ ഇൻഷുറൻസുകാർ ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാളും ഇവർക്ക് നഷ്ടമാണ്. അതിനേക്കാളും നല്ലതല്ലേ? അതെ. നമ്മളിപ്പോൾ ഇവിടെ തെറ്റടിച്ച് വീണാൽ നമുക്ക് വേണമെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം. കുഞ്ഞുമണി ഇറങ്ങിയിട്ട് വണ്ടി തള്ളാൻ തുടങ്ങി. അവിടെ നേരെ നോക്കി ഓടിക്കും. അവിടെ ഞങ്ങൾ ഇത്രയും സാധനങ്ങൾ മേടിച്ചു ഇവിടുന്ന്. ചെടി ഇതൊക്കെ ക്ലിയറൻസ് ആട്ടോ. ഇത് രണ്ടും ചെടി ഇവിടുന്ന് അഞ്ചു ഇവിടെ തൊട്ടപ്പുറത്ത് അൽദി ഉണ്ടായിരുന്നു. അവിടെ കയറി ഷോപ്പിംഗ് കൂടെ കഴിഞ്ഞിട്ട് പോവുകയാണ്. ഞാൻ അങ്ങോട്ട് പോയില്ല, കാരണം കുഞ്ഞുമണിയും മമ്മിയും വണ്ടിക്കകത്താണ്. അതുകൊണ്ട് രാഹുൽ നാട്ടിൽ പട്ടിയെ മേടിച്ച്. പേര് ക്രിസ്റ്റോ. ആരുടെ പട്ടിക്ക് ക്രിസ്റ്റോ എന്ന് പേരിട്ടെ? ആരുടെ പട്ടിക്ക് ഉറക്കോ ആരാ പട്ടിക്ക്? അപ്പനായിട്ട് രാഹുൽജി അല്ല, ശുങ്കുജി സ്കൂളിൽ പോയിട്ട് വന്നു. സ്പെഷ്യൽ ഐസ്ക്രീം, പേരക്ക ഐസ്ക്രീം ആണോ കാണിച്ചേ? പേരക്ക ഐസ്ക്രീം കുഞ്ഞുമണി ഡാഡിക്ക് കൊടുത്തു വിട്ട്. അപ്പൊ കുഞ്ഞുമണി കഴിച്ച സാധനം എനിക്ക് കൊണ്ട് തന്നിട്ട് അവളുടെ അടുത്ത് കള്ളിപ്പണ്ണേ അത് ഡാഡിയുടെയാ. ഇത് ഒന്നോടെ ഫ്രീസർ, ഇതിപ്പോ തണുത്ത് ഒന്നോടെ ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ നല്ല ക്രീമി ആയിട്ട് കിട്ടും. ഞാൻ അടിച്ചില്ല. എനിക്ക് ഐസ്ക്രീം അങ്ങ് മറത്ത് തിന്നുന്നയാളാ കേട്ടോ. എന്നിട്ട് പറയാം എനിക്ക് വേണ്ട. മറ്റേ അവിടുന്ന് മേടിച്ചോണ്ട് ചെടിച്ചട്ടിയും ചെടിയാണ് കേട്ടോ. സാധനം മേടിക്കാൻ പോവാണ് പുറത്ത്. ഇപ്പൊ സമയം 5:30 ആയി. 5 കുറച്ച് മുമ്പേ പറഞ്ഞാണ്. മഴ തോന്നിട്ടില്ല കേട്ടോ, ഭയങ്കര മഴയാ. കാലാവസ്ഥ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങൾ വൈകുന്നേരം ഷോപ്പിങ്ങിന് വന്നേ. 5 താണ്ട് ഇവിടെ വന്നിട്ട് മാങ്ങ. ഇപ്പം മാങ്ങ സീസണാണല്ലോ. കോവയ്ക്ക, മാങ്ങ, പയർ, എല്ലാ പരിപാടിയുണ്ട്. എടുക്ക്. ഒരുവിധം സാധനങ്ങൾ വാങ്ങി ഞങ്ങളുടെ ഷോപ്പിംഗ് കറങ്ങി തിരിഞ്ഞ് ഇവിടം വരെയായി.
ലാസ്റ്റ് റോയിലായി. ഇനി മല്ലിയിലയും മറന്നുപോയി. എന്നത് പുതിയന. ആ പുതിന, അത് തന്നെ. അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞു. നല്ല കാറ്റാ കേട്ടോ. ഇറങ്ങി അടിപൊളി. അങ്ങനെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പം കുഞ്ഞുമണിക്ക് പഴം മേടിക്കാൻ പോകണം. ഏത്തപ്പഴം. അത് വേറെ മലയാളി കടയാണ്. ഇവിടെ കിട്ടത്തില്ല. ഇവിടുത്തെ അത്രയ്ക്ക് നല്ലതല്ല. ആഫ്രിക്കന് നാടൻ കിട്ടണേ അവിടെ പോകണം. അതിന് പേടിച്ച് വീട്ടിൽ വന്നു. അഞ്ചു ചക്ക വാങ്ങി. ചക്ക ശുഭു കഴിഞ്ഞ ദിവസം വാട്ടർമെലൻ വേണമെന്ന് പറഞ്ഞാൽ വാട്ടർമെലൻ വാങ്ങി എല്ലാം മേടിച്ച് നമ്മൾ 8:30 ആയപ്പോൾ വീട്ടിൽ വന്നു. 8:35 ആയപ്പോൾ. 60 ഇയേഴ്സ്. അടി അങ്ങ് നോട്ടിംഗ്ഹാമിൽ പോയി മേടിച്ചോണ്ട് വന്നല്ലേ. കുഞ്ഞുമണി വന്നപ്പോഴത്തേന് കുഞ്ഞുമണി ഉറങ്ങിപ്പോയി. ഇതുണ്ടാ 2 ദിവസമായിട്ട് കുഞ്ഞുമണിക്ക് ചെറിയ ജലദോഷമുണ്ട്. പാരസെറ്റാമോളൊക്കെ കൊടുത്തിട്ടിരിക്കുക. ഇവിടെ കിടത്തിയാ ഞാൻ പോകുമ്പോൾ എടുത്തുണ്ടോ. നേരത്തെ ഫുഡാണ് കേട്ടോ. കുറച്ച് നാന്, റൈസ്, ബീഫും ചിക്കനും. പക്ഷെ നഷ്ടമാണ്. ഞങ്ങൾ കടയിൽ നിന്ന് മേടിച്ചോണ്ട് വന്നേ. കുഞ്ഞുമണി ഉറങ്ങി. അപ്പൊ എല്ലാവരോടും സൈനിങ് ഓഫ് പറഞ്ഞേ. ഇങ്ങോട്ട് നോക്കി പറ. സൈനിങ് ഓഫ് പറയാ. നല്ലതാന്ന് പറഞ്ഞിട്ടാ ഞാൻ അവിടെ ചെന്ന് ചോദിച്ചിട്ട് സ്പെഷ്യൽ എന്തോ നല്ല അവിടെ നല്ലതാണെന്ന് ചോദിച്ചപ്പോൾ അവൻ റെക്കമെൻഡ് ചെയ്ത സാധനം അത് കഴിച്ചോട്ടെ. അപ്പം നാളത്തെ മറ്റൊരു വ്ളോഗായിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.